ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലാവണ്യനെ ഒരിക്കലും ഒരു മണവാട്ടി രൂപത്തിലാക്കി ശ്രുതി അവിടെ നിന്ന് പോകാൻ പോകുമ്പോൾ ലാവണ്യ ചോദിക്കുന്നുണ്ട്, കാർട്ടൂൺ ബേബി എനിക്കത് ടെൻഷൻ പോലെ, നീയും കൂടി എൻ്റെ കൂടെ നിൽക്കാവോ? അയ്യോ മേഡം, വേണ്ട വേണ്ട, അശ്വിൻ സാറ് വരുമ്പോൾ മേഡം ഒറ്റയ്ക്ക് കൊണ്ട് നിൽക്കാനായിട്ട് നാണത്തോടു കൂടി മേഡം ഇവിടെ നിരുന്നോ കേട്ടോ എന്ന് പറയണേ. എന്നെ പോവാണെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് വാതിൽ തുറക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി ആകെ ഞെട്ടുന്നത്. എന്ത് പറ്റി എന്ത് പറ്റി കാർട്ടൂൺ ബേബി എന്ന് ലാവണ്യ ചോദിക്കുമ്പോൾ ശ്രുതി പറയണ്ടു, അയ്യോ ആ കടലമിഠായി വരുന്നുണ്ട്. വാട്ട്? സോറി ASR വരുന്നുണ്ട്. അയ്യോ നീ ഒരു കാര്യം ചെയ്യ്, ആ കബോർഡിനുള്ളിൽ ഒളിച്ചോ എന്ന് ലാവണ്യ പറയുമ്പോൾ, അയ്യോ അത് വേണ്ട, ഇതിനു മുമ്പ് എന്നെ പിടിച്ചത് കബോർഡിനുള്ളിൽ നിന്നാ. അതിപ്പോ എന്ന് പറയുമ്പോൾ അതൊന്നും പറയാനിപ്പോൾ സമയമില്ല, കട്ടിലിൻ്റെ അടിയിൽ. അയ്യോ കട്ടിലടിയിൽ ഒളിക്കാൻ സ്ഥലമില്ലല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം മേഡം, എന്നാൽ നീ ഒരു കാര്യം ചെയ്യാം കാട്ടുമ്പോൾ ഇപ്പം നീ ആ ബാത്റൂമിനുള്ളിൽ കയറി ഒളിച്ചോ എന്ന് പറയുവാണ്. ശരി മേഡം, ശരി മേഡം, ഞാൻ അതിൻ്റെ ഉള്ളിൽ വിളിച്ചോളാം. മേഡം ASR വരാതെ അത് നോക്കിക്കോളേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതി അവിടെ പോയിട്ട് ഒളിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അശ്വിൻ വരുമ്പോൾ തന്നെ ബാത്റൂമിൽ ആരും ഉള്ള പോലെയാണ് അശ്വിൻ ആദ്യം തോന്നുന്നത്. ബാത്റൂമിലേക്ക് പോകാൻ പോകുമ്പോഴാണ് അശ്വിൻ പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത്. ലാവണ്യ ആ ഒരു മണവാട്ടി വേഷത്തിലാണ് നിൽക്കുന്നത്. ലാവണ്യ, നീ ഇത് എന്ത് വേഷത്തിലാണ് നിൽക്കണതെന്ന് ചോദിക്കുകയാണ്. ഞാൻ നിന്നോടാ ചോദിച്ചത്, നിനക്ക് മറുപടി ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ലാവണ്യ ചിരിച്ചുകൊണ്ട് തന്നെ നാണത്തോടു കൂടി അങ്ങനെ തന്നെ നിൽക്കുവാട്ടോ. ലാവണ്യ എന്നിനെ പറയുമ്പോഴേക്കും ASRന് ഈ വേഷം ഇഷ്ടമാകുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയുമ്പോൾ, ഞാൻ നിന്നോട് പറഞ്ഞോ ഈ വേഷം നിനക്ക് ഇഷ്ടമാണെന്ന്? എനിക്കിഷ്ടമാണെന്ന്. കുറച്ച് ദിവസമായി നീ ഈ വേഷം കിട്ടി തുടങ്ങിയിട്ട് എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടണം. നീ അല്ലാതെ മാറിക്കൊണ്ടിരിക്കുക ലാവണ്യ എന്ന് പറയുവാണ്. ഇപ്പം നീ എന്തിനു ഈ വേഷം അണിഞ്ഞോട്ട് ഇവിടെ വന്നിരുന്നതെന്ന് പറയുമ്പോൾ, എന്നായാലും ഞാനിവിടെ ഇരിക്കേണ്ടതല്ലേ, നമ്മൾ ഈ റൂമിൽ കഴിയേണ്ടതല്ലേ ASR എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, നോക്ക്, നമ്മൾ തമ്മിലെ റിലേഷൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ലീവിങ് ടുഗദർ ആയിരിക്കും, എന്നും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുമെന്ന്. ആ സമയത്ത് ലാവണ്യ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, പക്ഷെ അതിനൊരു ഉറപ്പ് വേണം, നിയമപരമായിട്ട് ഒരു വിവാഹം, അതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ, നോക്ക് ലാവണ്യ, എനിക്ക് രണ്ട് വർത്താനമില്ല. നമ്മൾ മുമ്പ് തീരുമാനിച്ച എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ തീരുമാനം എന്ന് പറയണം. നീയാണ് ഇപ്പോൾ തീരുമാനം മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് ലാവണ്യ പറയുന്നുണ്ട്, അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ലാവണ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ലാവണ്യ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിലേക്ക് ഇങ്ങനെ നോക്കുക കേട്ടോ. നീ ആരെയും നോക്കണത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ശ്രുതിനെ കാണുന്നത്. ശ്രുതി അപ്പോൾ തന്നെ അശ്വിൻ്റെ കാര്യം മനസ്സിലാവും. പെട്ടെന്ന് അശ്വിൻ ശ്രുതിനെ വലിച്ചുകൊണ്ട് വന്നിട്ട് ലാവണ്യ അടുത്തേക്ക് നിർത്തുവാനിട്ട് പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കാരണം നീയാണ്. നിൻ്റെ ലോക്കൽ കൾച്ചർ എൻ്റെ വീട്ടിലിറക്കാൻ വേണ്ടി നീ നോക്കണ്ട എന്ന് പറയുവാണ്. അതിനുശേഷം ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, നീ ഇവിടെ വന്നേ പിന്നെ ഈ വീട്ടിലെ സമാധാനം പോയി, എല്ലാം സഹിക്കണത് ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയുവാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, സാർ അധികം ഒച്ചയൊന്നും എടുക്കണ്ട, സാറിൻ്റെ കുറവുകൾ വെള്ള പൂശാൻ വേണ്ടി സാർ അത് കൾച്ചറായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുമ്പോൾ, വാട്ട്, എൻ്റെ കുറവുകളോ? എനിക്ക് എന്ത് കുറവുണ്ടെന്നാണ് നീ പറയണത് എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക് എന്ന് പറയുവാണ്. അങ്ങനെ ശ്രുതിനെ റൂമിൽ നിന്ന് ഇറക്കി വിടുവാട്ടോ അശ്വിൻ. അതിനുശേഷം ശ്രുതി നിലത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ മനോരമയും അഞ്ജലിയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, എന്താ സംഭവിച്ചത്, കുഞ്ഞിനെന്തിനാ ഇത്രമാത്രം ഒച്ചെടുക്കണത് എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട്, അതിന് കാരണം ഇവള് തന്നെയായിരിക്കും, ഇവളെന്തിനും ഒപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുഞ്ഞൻ ഇതുപോലെ ഒച്ചെടുക്കില്ല എന്ന് പറയാണ്. പാവം ലാവണ്യ ബേബിനെ കുഞ്ഞൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനോരമ പറയുന്നുണ്ട്. ശ്രുതി ഒന്നും മിണ്ടുന്നില്ല, ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് ലാവണ്യ അടുത്ത്, ലാവണ്യ, മര്യാദയ്ക്ക് നിൻ്റെ ഈ വേഷം മാറ്റിട്ട് നീ വരാൻ നോക്കുമെന്ന് പറയുവാണ്. ഇല്ല അശ്വിൻ സർ, ഞാൻ എൻ്റെ വേഷം മാറൂല്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് എവിടെയും പോവില്ല എന്ന് പറയുവാണ്. ആ സമയത്ത് അശ്വിൻ പറയണ്ടേ, എന്തായാലും നമ്മുടെ റിലേഷൻ വിവാഹത്തിലേക്ക് എത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല, വിവാഹം കഴിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് ഈ വിവാഹത്തിന് ഇത്ര പേടിക്കുന്നു എന്ന് ലാവണ്യ ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അതിന് മറുപടി എനിക്കില്ല എന്ന് പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, എത്ര നാൾ അപ്പുറത്തെ റൂമിൽ ഇപ്പുറത്തെ റൂമിലായിട്ട് നമ്മൾ കഴിയും, നമുക്ക് ഈ റൂമിൽ ഒറ്റയ്ക്ക് ഒരുമിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ കല്യാണം അതെന്തായാലും കഴിച്ചേ പറ്റൂ, അതിനെനിക്ക് പറ്റില്ല ലാവണ്യ എന്ന് അശ്വിൻ പറയുമ്പോൾ, നിനക്കതിനെ പറ്റില്ലെന്ന് ഉറപ്പാണോ ചോദിക്കുമ്പോൾ, അതെ അത് ഉറപ്പാണെന്ന് പറയുവാണ്, എൻ്റെ തീരുമാനത്തിൽ എനിക്ക് മാറ്റമൊന്നുമില്ലെന്ന് പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ എൻ്റെ തീരുമാനം പറയാം, ഞാൻ ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയാണ് എന്ന് പറയുമ്പോൾ, അതൊക്കെ നിൻ്റെ ഇഷ്ടം, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് അശ്വിൻ പറയുമ്പോൾ ലാവണ്യ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടു കൂടി തന്നെ ഇറങ്ങി പോകുവാണ്. അതിനുശേഷം നിലത്തേക്ക് ഓടി വരുന്നുണ്ട് പൊട്ടിക്കരയുവാട്ടോ. എന്തു പറ്റി ലാവണ്യ എന്ന് അഞ്ജലി ചോദിക്കുമ്പോഴും നമ്മുടെ ലാവണ്യ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ബാഗൊക്കെ എടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറി പോകുവാട്ടോ. അശ്വിൻ ദേഷ്യത്തോടു കൂടി തന്നെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അഞ്ജലി പറയുന്നുണ്ട്, ചേച്ചി എല്ലാത്തിനും കാരണം ഇവളാണ്, ഈ ശ്രുതി എന്ന് പറയാണ്. ലാവണ്യ ഈ വീട്ടിൽ നിന്ന് പോവാ എന്ന് പറയുമ്പോൾ എല്ലാവരും ആകെ നെട്ടുവാട്ടോ. അതിനുശേഷം അശ്വിൻ പറയുന്നുണ്ട്, ലാവണ്യ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവൾക്ക് ഇവിടെ എന്താ പണി ഈ ശ്രുതിക്ക്, അതുകൊണ്ട് ചേച്ചി ഇവളുടെ അക്കൗണ്ട്സ് ഇന്ന് തന്നെ ക്ലോസ് ചെയ്തിട്ട് ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സമയത്തും ശ്രുതി ആകെ വിഷമിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കുവാണ്.
ശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതി വീട്ടിൽ വന്നിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഈശ്വര, അശ്വിൻ സാറ് അവിടെയും അതുപോലെ തന്നെ ലാവണ്യ മേഡം വേറൊരു വീട്ടിൽ നിന്നാൽ ശരിയാവില്ലല്ലോ, അവരെങ്ങനെയൊക്കെ ഒന്നാക്കിയേ പറ്റുള്ളൂ. എൻ്റെ കുട്ടികൃഷ്ണ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ പറഞ്ഞു തരണേ എന്ന് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ പ്രീതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ചേച്ചി 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 എന്ന് പറയുകയാണ്. എന്താന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ പറഞ്ഞു തരാമോ? എന്താ കാര്യം ചോദിക്കുമ്പോഴേക്കും, അതെ, ലാവണ്യ മേഡം ഒരു അക്കരയുടെ ഒരു ഭാഗത്ത്, അശ്വിൻ സാര ഇപ്പുറത്തെ ഭാഗത്ത്, ഇവർ തമ്മിൽ എങ്ങനെ ഒന്നാക്കും എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, ഒരു വഞ്ചി ഇറക്ക്, എന്നിട്ട് ആദ്യം ലാവണ്യ മേഡത്തിൻ്റെ വഞ്ചി കയറ്റി എന്നിട്ട് അശ്വിൻ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്, അല്ലെങ്കിൽ വേണ്ട, നീ ആദ്യം ഒരു വഞ്ചി ഇറക്ക്, എന്നിട്ട് അശ്വിൻ സാറിനെ വഞ്ചി കയറ്റിയിട്ട് ലാവണ്യയുടെ അടുത്ത് കൊണ്ടുപോയിട് എന്ന് പറയാണ്. ചേച്ചി, ഞാൻ തമാശയല്ല, കാര്യത്തിലാണ് പറഞ്ഞത്. നീ നോക്ക് ശ്രുതി, സമയം ഒരുപാട് വൈകി, എനിക്കിതിൻ്റെ കുട്ടിത്തരമൊന്നും കേട്ടിരിക്കേണ്ട സമയമൊന്നുമില്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രീതി കിടക്കുവാട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതി മനസ്സിലാക്കുകയാണ്, എന്തൊക്കെ വന്നാലും നാളെ അശ്വിനെയും അതുപോലെ തന്നെ ലാവണ്യം ഒന്നാക്കിയേ പറ്റൂ എന്ന് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ശ്യാമിനെയാണ്. ശ്യാം നമ്മുടെ രാവിലെ തന്നെ വന്നിരിക്കുകയാണ് അഞ്ജലി എടുത്ത്. എല്ലാവരും വിഷമിച്ചിരിക്കുക കേട്ടോ. മനോരമക്ക് വലിയ വിഷമമൊന്നുമില്ല. ആ സമയത്ത് ശ്യാം പറയുന്നുണ്ട്, അഞ്ജലി ബേബി, ഞാൻ നിൻ്റെ അടുത്തൊരു ഗുഡ് ന്യൂസ് പറയട്ടെ. രാവിലെ ഇനിയല്ല, എല്ലാ ദിവസവും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ പണിത്തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഞാൻ നിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി മാക്സിമം സമയം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട്, ആഹാ, അത് കൊള്ളാലോ, അഞ്ജലി ബേബിക്ക് സന്തോഷമായിട്ടുണ്ടാവും. ഇനി നോക്കിക്കോ അഞ്ജലി ബേബിക്ക് മുഖം നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആകാശ് വരുന്നുണ്ട്. ആഹാ, ചേച്ചിക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ ചേട്ടൻ രാവിലെ തന്നെ പറഞ്ഞിരിക്കണത്. അതെ, എന്തൊക്കെ വന്നാലും ഭയങ്കര സമാധാനമുണ്ട് ഇപ്പോൾ എന്ന് പറയുവാണ്. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, അതെ, അത് മരുമോൻ പറഞ്ഞത് വളരെ ശരിയാണ്. ആ കീറസാരിക്കാരിയൊക്കെ തന്നെ ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ ഭയങ്കര സമാധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്യാം പറയുന്നുണ്ട്, നമുക്കിത് നമ്മുടെ വീട്ടുകാരും കാര്യങ്ങളും മാത്രം മതി. നമ്മുടെ അളിയനെ പറ്റിയ നല്ലൊരു പെൺകുട്ടീനെ ഞാൻ തന്നെ കണ്ടുപിടിക്കാം. എന്തായാലും ഈശ്വരൻ നിശ്ചയിച്ചത് ലാവണ്യനല്ല അളിയനെങ്കിൽ അത് പിരിഞ്ഞല്ലേ പറ്റൂ അഞ്ജലി ബേബി, അത് നീ സമ്മതിക്കുമെന്ന് പറയുവാണ്. നമുക്കേ കുഞ്ഞന് നല്ലൊരു പെൺകുട്ടിനെ കണ്ടുപിടിച്ചെടുക്കുക. പാലക്കാട് നല്ല മിടുക്കികളായിട്ട് പെൺകുട്ടികളുണ്ട്, അവരിൽ ആരെങ്കിലും ഞാൻ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് മോൻ പറഞ്ഞത് വളരെ ശരിയാണ്, പാലക്കാട് നല്ല മിടുക്കികളുണ്ട് എന്ന് പറയുമ്പോൾ മനോരമ മനസ്സിൽ വിചാരിക്കണം, ഈ തള്ളക്കിളവിയുടെ നാട് പാലക്കാടാണല്ലോ, അതായിരിക്കും ഇവരെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഇനി പാലക്കാട് നിന്ന് ഒരുത്തി കൂടി വന്നാൽ സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ മനോരമ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആകാശ് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ശ്രുതിനെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ജോലി എന്ന് പറഞ്ഞേക്കണത് അത്ര ശരിയൊന്നല്ല. ശ്രുതി നിയമപരമായിട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ശ്രുതിക്ക് നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല, ശ്രുതിനെ ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നത് അഞ്ജലി ചേച്ചി ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ട് എനിക്ക് നിബന്ധനകളൊക്കെ വെച്ചിട്ടല്ലേ എന്നിനെ പറയാണ്. പെട്ടെന്ന് ജോലി നിന്ന് പിരിച്ചുവിടുന്നത് അത്ര ശരിയൊന്നുമല്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട്, ശ്രുതിക്ക് നമ്മുടെ കമ്പനിയിൽ ഒരു ജോലി കൊടുത്താലോ എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് വല്ലാത്ത സന്തോഷമാവാണ്. അത് ആകാശ് പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടോ എന്ന് പറയാണ്. എന്തൊക്കെ പറഞ്ഞാൽ ശ്രുതിമോൾ ഇവിടെ ഉള്ള സമയത്ത് നല്ലൊരു ഐശ്വര്യമായിരുന്നു എന്ന് പറയുമ്പോൾ മനോരം പറയുന്നുണ്ട്, നോക്ക് ബേബി, നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ നിന്നോട് ആര് പറഞ്ഞു? ഇവിടെ എന്ത് വേണം, ആർക്കൊക്കെ എന്തൊക്കെ ജോലി കൊടുക്കണമെന്ന് ഞങ്ങൾക്കറിയാം, നീ ഇടപെടണ്ട എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, നോക്ക്, ശ്രുതി നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ അമ്മയും അതുപോലെ തന്നെ ഈ വീട്ടിലെ എല്ലാവരും കുടുങ്ങും, അത്ര എനിക്ക് പറയാനുള്ളതുകൊണ്ട് ശ്രുതിക്ക് നല്ലൊരു ജോലി കൊടുക്കണതാണ് നല്ലത് എന്ന് ആകാശ് പറയുന്നുണ്ട്. അതിനുശേഷം രാവിലെ തന്നെ ശ്രുതി ലാവണ്യനെ വിളിക്കുകയാണ്. മാഡം നോക്ക്, മേഡം അവിടെയും അശ്വിൻ സാറ് വീട്ടിൽ നിന്നാൽ ശരിയാവില്ല എന്ന് പറയണം. മേഡം ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഒന്നും സംഭവിക്കാത്തത് പോലെ മേഡം അശ്വിൻ സാറിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലും. നോ കാർട്ടൂൺ ബേബി, ഒരിക്കലുമില്ല. നീ എന്തായി പറയണത്? ഞാനെൻ്റെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്ക് കയറി ചെല്ലണമെന്നോ? മേഡം, എനിക്ക് മനസ്സിലായി മേഡത്തിൻ്റെ ബുദ്ധിമുട്ട്, പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ. വേണ്ട, നീ ഒന്നും പറയണ്ട കാർട്ടൂൺ ബേബി, എനിക്ക് എന്തായാലും അതിന് സാധിക്കില്ല എന്ന് പറയുക കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലാവണ്യനെയും ശ്രുതിനെയും കാണിച്ചു കൊണ്ടിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.